ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിതാ ഒരു രാവിലെ മുതലുള്ള വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അതാ നേരം സുബിയാൻ കൊടുത്ത് ഞങ്ങൾ നിസ്കാരമൊത്തോ കഴിഞ്ഞിട്ട് മക്കളൊന്നും നീറ്റിയില്ല കേട്ടോ. എന്താ സൂര്യനൊന്നും വന്നിട്ടില്ല, വെളിച്ചമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതാ നേരത്തെ കറി തന്നെ റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളികളൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീറ്റ് നമുക്കൊരു ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ചായയും പാലും വെള്ളവും പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് തലേന്ന് തന്നെ അരച്ച് വെച്ചുകൊണ്ട് നമുക്ക് എണീറ്റ് കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ട, ആ സമയത്തൊന്ന് ചുട്ടാൽ മതി. പിന്നെ കറി ഇല്ലാത്തതുകൊണ്ട് മക്കൾസൊക്കെ എണീക്കുന്നതിന് മുന്നേ കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വെള്ളപ്പത്തിന് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് സമയമാകുമ്പോൾ കറിയൊക്കെ ആയിട്ട് ചൂടട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിൽക്കതാ തക്കാളി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചായ തിളച്ച് അപ്പം ചായപ്പൊടി പഞ്ചസാരയൊക്കെ എടുത്ത് ചായ നല്ലോണം തിളക്കണ മുന്നേ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ അതിലിട്ട് ഒക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്ക്. അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട്, കരച്ചിലും വീച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മദ്രസക്ക് പോകുമ്പോഴത്തേനും കറിയൊക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ എണീറ്റ് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എണീറ്റ് വരുമ്പോൾ ഒരു ചായ കുടിച്ചാലൊരു ഉഷാറാട്ടോ, എനർജിയാവും. ഇതായും കൂട്ടാൻ ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റും ചായയും കുടിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കരിവേപ്പ് ഞാൻ ഒടിക്കുമ്പോൾ ഒരു കൊമ്പായിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെക്കലാണ്, അപ്പോൾ കേടാവില്ല. അങ്ങനെ അതിന് ഗ്യാസ് കത്തിച്ച് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്ന കുക്കർക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. തേങ്ങ എടുത്തിട്ട് ആട്ടി അങ്ങനെ എടുക്കണ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഓയിലല്ല യൂസ് ചെയ്യൽ, വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലേക്ക് നന്നായി ചൂടായിട്ട് നമ്മൾ എരിഞ്ഞ ഉള്ളി സബോള എടുത്തിട്ട് ഫസ്റ്റ് ഇടുക. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടാണ് ഇതിന് ബാക്കി വെക്കുക കേട്ടോ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ബാക്കിയൊക്കെ ഇട്ടിട്ട് ഒക്കെ മിക്സാക്കുക, നന്നായിട്ട് മിക്സാക്കി കുറച്ച് ഉപ്പിട്ടാൽ വേഗം വാടും. അങ്ങനെ നന്നായിട്ട് ആക്കുക. പിന്നെ പൊടികൾ ഞാൻ കുറച്ച് ചീരപ്പൊടിയും പിന്നെ ഈ ഗരം മസാലപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ മല്ലിപ്പൊടി ഇടും ചിക്കൻ കറിയിൽ. ചിലരൊന്നും മല്ലിപ്പൊടി ഇടയില്ലാന്നറിയാം, പക്ഷെ ഞാനൊന്ന് പറ്റ വെള്ളാവാതാക്കാൻ മുളക് കുറച്ചേ യൂസ് ചെയ്യുള്ളൂ, മക്കൾക്ക് കൊടുക്കാനായതുകൊണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെയാണ് കുറേ ഇടുക. അപ്പോൾ നമ്മൾ കറി ചിക്കനൊക്കെ അതിൽക്കിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ചു കേട്ടോ. കുട്ടിക്ക് ചായ കൊടുത്തു. വെളിച്ചം വന്നു, സൂര്യനൊക്കെ നമ്മൾ അടുക്കളയിൽ എത്താനായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വേസ്റ്റ് ഞങ്ങളത് അവിടെ പോയിൻ്റെ ഒക്കെ ആയതുകൊണ്ട് വേസ്റ്റൊക്കെ ഇടാൻ നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമ്മൾ നീറ്റ് വന്നാൽ നമുക്കൊരു നല്ല സുഖമാണ്, നല്ല കാറ്റും ഇതൊക്കെ കിട്ടും. വെളിച്ചം സമയം ക്ലോക്കൊക്കെ നോക്കണം, നമ്മൾ മുറ്റത്ത് നോക്കിയാൽ മതി, സൂര്യനനുസരിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ വേസ്റ്റൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിടും. അപ്പോൾ കാക്കകളൊക്കെ നേരത്തെ വന്നിരിക്കുന്നു കേട്ടോ. ഫുള്ള് കാക്ക, പൂച്ച, നല്ല മറ്റേ ചെതിൽക്കാടല്ലേ, അങ്ങനത്തെ കിളിയൊക്കെ നിറച്ചിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ. അപ്പോൾ കാക്കൊക്കെ ഓരോന്ന് ഇട്ടാൽ ഇപ്പം ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആവില്ല, അതൊക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിനിടയിൽ എന്താക്കും, ഈ കറി ഇതൊക്കെ വേകുമ്പോഴത്തേന് തന്നെ ഞാൻ അലക്കാനുള്ള ഡ്രസ്സൊക്കെ സാബും വെള്ളം അങ്ങനെയൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ ആക്കിയിട്ട് എന്നാൽ പിന്നെ മക്കൾക്ക് ചായ കൊടുത്തോലും മദ്രസയിൽ പോയിട്ട് വേഗം അലക്കാമല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് അലക്കിയാലും ഇതൊന്ന് ഇട്ട് വെച്ചാൽ ഈ ഇതിലുള്ള വേസ്റ്റ് വിയർപ്പൊക്കെ ഇങ്ങനെ പോയിക്കോളും. പിന്നെ നമ്മൾ കുറേ അടിച്ചിരിക്കണ്ട, എന്നാലും പിന്നെ വെള്ളത്തിട്ട് വെച്ചാൽ നമ്മൾ ഒരുങ്ങിക്കോളും വേഗം, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിരിക്കും. അതിനോണ്ട് വേഗം വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിട്ട് അങ്ങനെ. പിന്നെ അതാണ് ഇവിടെ നിന്നാണ് ഞാൻ അലക്കൽ കേട്ടോ. ഇവിടെ അങ്ങനെ അലക്കാൻ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇട്ട് വെച്ചാലുള്ള പ്രശ്നമാണ്, കാക്കച്ചിയിൽ വന്നിട്ട് വെള്ളം കുടിച്ചാൽ വേണ്ടിയിട്ട് വന്നിരിക്കും പൈപ്പിലൊക്കെ. അപ്പോൾ ഓലൊക്കെ അവിടെ കാഷ്ടമൊക്കെ ഇട്ട് പോകട്ടോ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല.
എന്താ നമ്മൾ കുട്ടാപ്പി നേരത്തെ എണീറ്റ് വരും. അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഇതാക്കാം. അവർക്ക് മദ്രസ പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പം ഈ കറി ഞാൻ വെള്ളപ്പത്തിന് തേങ്ങ അരച്ച ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി കുറച്ച് തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ചിരവ വാങ്ങിയാൽ സുഖമാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെച്ച് ചിരവ, പിന്നെ ഊരക്കൊന്നും പ്രശ്നം വരില്ല, നല്ല സുഖമാണ് കേട്ടോ. എന്താ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരച്ച് നമ്മൾ കറിക്ക് വെച്ചു. അപ്പോൾ ഇതിനൊരു ചട്ടി വെച്ചു. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കാൻ. എന്താ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് മാവ് എടുത്ത ടൈം ആവുമല്ലോ, വരുമ്പോൾ നമുക്ക് ചുട്ടാൽ മതി. ഇതാ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പം നല്ല അരിയായിട്ടാണ് തോന്നുന്നുണ്ട്. നന്നായി മാവ് വന്ന് നല്ല ഇതുണ്ട്. ബാക്കിയുള്ള മാവൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും നല്ല അപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാട്ടോ ചൂടൽ. മറ്റേ വെള്ളപ്പച്ചട്ടിയിലായ ഒരു കട്ടിയാകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾ വന്നിട്ട് കൊടുക്കാൻ വേണ്ടി എന്താ ഓരോരുത്തർ കാത്തിക്കുന്നുണ്ട് കേട്ടോ ചായക്ക്. അപ്പം ഇനി നമുക്ക് വെള്ളപ്പം വെന്തായിട്ടുണ്ട്. അപ്പിന്നേക്ക് കറി വെള്ളപ്പം ചായയും കുടിക്കാം. എന്താ നന്നായി ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം പോരുന്നുണ്ട്. ഞാൻ തേങ്ങ ഒന്നും കൂട്ടിയിട്ടില്ല, അരിയും മാത്രം. പിന്നെ അവരൊക്കെ പോയ ശേഷം എന്നിട്ടാണ് നമ്മൾ ക്ലീനിങ് തുടങ്ങൽ കേട്ടോ. ഇതാണ് ഈറ്റ് പൊത്തുപ്പുകളും ഇതൊക്കെ അങ്ങനെ ഇട്ടല്ലേ പോവുക, മക്കളല്ലേ. അപ്പോൾ നമ്മൾ വന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് ഇതാക്കും. ഇതവിടെ ഇപ്പുറത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് പറമ്പായതുകൊണ്ട് സൂര്യനൊക്കെ നേരെ ജനലിലൂടെ കൂടെ റൂമിൽ തന്നെ വരും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ തട്ടിയിട്ട് ഓല് വരുമ്പോഴത്തേനും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഓല് പോയിട്ട് നമ്മൾ ബാക്കി ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ഇത് തുടങ്ങാഞ്ഞാൽ പിന്നെ ഒരു സ്കൂൾക്ക് പോയി വരുമ്പോഴത്തേനും ടൈം കുറേ ആവും. പിന്നെ നമ്മളെ പണിയും അങ്ങനെ തീരൂല. അപ്പം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് വെക്കും. തുടക്കലൊക്കെ പിന്നെ ഓല് പോയിട്ട് കേട്ടോ. ജസ്റ്റ് അടിച്ച് വാരിയിട്ട് ഇതാക്കും. എന്താ പിന്നെ ഇതാ ഓല് വന്നു. പിന്നെ കഞ്ഞി ഇന്നതാ കുട്ടാപ്പിക്ക് കിട്ടോ കഞ്ഞിയും കുറച്ച് മുളക് കിട്ടിയിട്ട് അത് നമ്മൾ സുർക്കയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് മുട്ട കണ്ടപ്പോൾ മുട്ട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കഞ്ഞി കുറച്ച് കൊടുക്കും കേട്ടോ ഓൽക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ. പിന്നെ ഇതാ ചോറ് അടുപ്പത്തിട്ട് പിന്നെ ചായയുടെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പാത്രങ്ങൾ. ഇത് പിന്നെ നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവുമല്ലോ പാത്രം കഴുകാൻ. മിനിറ്റ് വെച്ച് പാത്രം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ സ്കൂൾക്ക് പോയതിന് ശേഷമുള്ള അവസ്ഥ ഇട്ടത്. മദ്രസ ഇട്ടുന്നപ്പം അടിച്ച് വാരിയതാണ്. പക്ഷെ എന്നാലും പിന്നെ ചണ്ടിയും ഇതൊന്നുമില്ല, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും പിന്നെ അവരൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുള്ളൂ കേട്ടോ ഇനി.